എടിയാ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് ഇതിനോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എന്റെ കൂടെ വരോ എന്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി സുഹൃത്തുക്കളെ, വിനായകന് മാത്രം ഇങ്ങനെ തെറി പറയാൻ നമ്മുടെ കേരളത്തില് ആരാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പറയുന്ന പോലെ ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ആളുകൾ എല്ലാവരും കൂടി ഇയാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് അസല് തെണ്ടിത്തരമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം യേശുദാസിനെതിരെയും ഒപ്പം നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമ പ്രതികളുടെ അപർണ കുറുപ്പിനെതിരെയും ഗംഭീര തെറികളാണ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടത്. അത് വേണ്ടവര്, അതായത് കാണേണ്ടവർ കണ്ടു കഴിഞ്ഞാൽ, കേൾക്കേണ്ടവർ കേട്ടു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്വഭാവം കൂടി വിനായകനുണ്ട്. സത്യം പറയലോ, അപാര നടനാണ്. അതേപോലെ തന്നെ അപാര നാറിത്തരം ഫേസ്ബുക്കിലായാലും ലൈവിലായാലും സ്വന്തം ജീവിതത്തിലായാലും പൊതുനിരത്തിലായാലും ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് വിനായകൻ എന്ന് പറയേണ്ടി വരും. ഇത്ര കാലം ഞാൻ അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിനായകൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ. പക്ഷെ ഇത് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. ഒരു മാധ്യമപ്രവർത്തകരായിട്ടുള്ള അപർണ കുറുപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക, അവര് അത് ശക്തമായിട്ട് വിനായകന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിനായകൻ ഇമാതിരി തെറികളെല്ലാം അപർണ കുറുപ്പിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാം, ഇത് അംഗീകരിക്കാൻ ഒട്ടുമേ കഴിയില്ല. ഞാൻ ആദ്യമേ ചോദിച്ച പോലെ ഇങ്ങനെ ഗംഭീര തെറികളൊക്കെ വിളിച്ചിട്ടും ഇമാതിരി തെറികളൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവസാനം കേസ് എടുക്കാൻ വേണ്ടി പോലീസുകാർ വിളിച്ചുകൊണ്ടുപോയ സമയത്ത് വിനായകൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു അത്രേ, ഞാൻ എഴുതിയതെല്ലാം കവിതകളാണെന്ന്. അപ്പൊ പിന്നെ പോലീസുകാർ, ഓ താങ്കൾ കവിതകളാണ് എഴുതിയിരിക്കുന്നത്, കൊള്ളാൻ പറ്റോ കവിത, ഇനി ഇങ്ങനെ യേശുദാസിനെയും മറ്റുള്ള മാന്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ തെറി പറഞ്ഞുകൊണ്ടുള്ള കവിതകൾ നിങ്ങൾ ഇനി എഴുതണം കേട്ടോ എന്നൊക്കെ പുറത്തൊക്കെ രണ്ട് തട്ടും തട്ടിയിട്ട് വിട്ട മാതിരിയാണ് ഇപ്പൊ ഏർപ്പാട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പച്ചത്തെറി ഫേസ്ബുക്കിൽ എഴുതുക, ആളുകൾ അപമാനിക്കുന്ന രീതിയിലൊക്കെ വർത്തനം പറയുക, എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കവിതയാണ് ചെയ്തതെന്ന് പറയാം. നിങ്ങൾക്ക് നമുക്കും കഴിയില്ലേ? എല്ലാ ആൾക്കാരെയും നല്ല തെറി വിളിക്കുക, അവസാനം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാറേ ഞാൻ 2 കവിത എഴുതിയതാ, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയല്ലേ? എന്തായാലും ഇപ്പോൾ അപർണ കുറുപ്പിനെതിരെ ഗംഭീരമായ തെറികൾ എന്നിട്ടുണ്ട്. ഇത് മാപ്പ് പറച്ചിൽ നിന്ന് ഒതുങ്ങാൻ സാധ്യതയില്ല. മിക്കവാറും മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് സ്ത്രീകളുടെ സംഘടനകളൊക്കെ എന്തായാലും ഇത് സ്വമേധയെ തന്നെ കേസെടുക്കേണ്ടതാണ്. ഇദ്ദേഹം ഏതൊരാൾ പറഞ്ഞ പോലെ ഇതൊരു പൊതുശല്യമായിട്ടൊക്കെ മാറുന്നുണ്ടോ വിനായകൻ എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല എന്ന് ഞാൻ വിളിക്കുന്നു. മനസ്സിലായടാ? എടിയാ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് ഇതിനോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എന്റെ കൂടെ വരോ എന്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു. നോക്കൂ, ഇമാതിരി തെറികളാണ് ഇപ്പോൾ അപർണ കുറുപ്പിനെതിരെ വിനായകൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇങ്ങനൊക്കെ അസല് വൃത്തികെട്ട തെറികൾ പറയുമ്പോഴും വിനായകനെ ചില ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ വിനായകൻ ജാതി കാർഡ് ഇറക്കുന്നു, അല്ലെങ്കിൽ കറുപ്പ് നിറമായതുകൊണ്ടാണ് ആളുകൾ എന്നെ ആക്രമിക്കുന്നു പറയുന്നു, അല്ലെങ്കിൽ വിനായകൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് വിനായകനെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്നെന്ന് പറയുന്നു. അതുമല്ലെങ്കിൽ വിനായകൻ അടക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ മറ്റുള്ള ആളുകളൊക്കെ ആക്രമിക്കുന്നു എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എന്തൊക്കെ തന്നെ വ്യാഖ്യാനം ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ പൊതുസമൂഹത്തിൽ വളരെ മാന്യം മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീക്കെതിരെ ഇങ്ങനെ പച്ചത്തെറികൾ വിളിച്ചു പറയുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ, ഇത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും ചികിത്സ വേണ്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു തരത്തിലെങ്കിലും ഇത്രയൊന്നും മോശമായ രീതിയിൽ മാറിയിട്ടുണ്ടാകുന്നില്ല നമ്മുടെ ഷൈൻ ടോം ചാക്കോ. അദ്ദേഹം നോക്കൂ, ഇപ്പോൾ എന്തൊരു മാന്യമായിട്ടാണ് ഇടപെടുന്നത്, പൊതുസമൂഹത്തിൽ എത്ര വൃത്തിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതും മറ്റും. ആ ഒരു ലെവലിലേക്ക് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് വിനായകൻ നല്ല മയക്കുമരുന്നിന് അടിമയാണ്, അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കള്ളിനോ കഞ്ചാവിനൊക്കെ ഇദ്ദേഹം ഗംഭീരമായിട്ട് അടിമയാണ്. ഇതാണ് തലക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വിനായകൻ നമ്മൾ കാണുന്ന വിനായകനല്ല, അയാൾ മാറിപ്പോവുകയാണ്. അയാൾ വേറൊരു സംഗതിയായിട്ടാണ് പിന്നെ പെരുമാറുന്നത്. തൊട്ടുമുള്ള ആളുകളൊക്കെ ഇയാൾക്ക് എന്തൊക്കെ എതിർപ്പുള്ളതാണ്, അല്ലെങ്കിൽ അത് രൂക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് അങ്ങോട്ട് അരച്ച് കലക്കി തലയിൽ വെച്ചിട്ടുണ്ട്. ഇയാൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള ധാരണയൊക്കെയുണ്ട്. എന്തായാലും ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു കേട്ട ഒരു മുദ്രാവാക്യത്തിന്റെ
ഭാഗമായിട്ടാണോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ മറ്റും ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്നതാണ്. കാരണം ഇയാളെ വിട്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ശിക്ഷാ നടപടികൾ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെറിവുകളുമായിട്ട് ഇയാൾ മുന്നോട്ട് പോകുന്നതാണ്. വേറൊരു പ്രശ്നമുള്ളത്, ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തെറി വിളിക്കുന്നതാണ്. ഇയാൾ പലപ്പോഴും പറഞ്ഞത് ഇയാൾക്ക് വേണ്ടിയിട്ടല്ല തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ശ്രേണി ഉണ്ടല്ലോ, ഉയർന്നവർ താഴ്ന്നവർ എന്ന് പറയുന്ന ആ ഒരു ഉയർന്ന വിഭാഗത്തിനെതിരെയാണ് ഇയാൾ ഈ തെറിവിളികളൊക്കെ വിളിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പഠനവും അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വായന കൂടി ഈ വിനായകന്റെ തെറിയുടെ പുറകിലൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെ വായന ഈ തെറിയുടെ പുറകിൽ നടന്നാലും വിനായകൻ വിളിക്കുന്നത് തെറിയാണ്. അത് നമ്മുടെ പൊതുസമൂഹത്തിലാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതും ഓൺലൈൻ മീഡിയകളിലാണ്. ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. അതും ചില വ്യക്തികളെ പേരെടുത്ത് തന്നെയാണ്, ഇപ്പോൾ ആ ഒരു മാധ്യമപ്രവർത്തകരുടെ പേരെടുത്ത് തന്നെയാണ് ഈ തെറിവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ നാറുത്തരം സമ്മതിച്ചു കൊടുക്കാതെ ഇയാളെ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ഒക്കെ കൊടുത്തിട്ട് ഇയാളെ സംരക്ഷിച്ച് നിർത്താതെ നേർ വഴിക്ക് നിർത്തിയില്ലെങ്കിൽ ഇയാൾ കേരളത്തിലുള്ള എല്ലാവരും നമ്മുടെ മുഖ്യമന്ത്രിയെ പോലും ഇപ്പൊ അടുത്ത ദിവസം എപ്പോഴാ തെറി വിളിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞത് കവിതയാണെന്നുള്ള ഒരു വർത്തമാനവുമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പ് ഹോൾ ഇദ്ദേഹത്തിന് ഉണ്ടാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ബൈ.